അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ സി എ എ ഉടൻ തന്നെ നടപ്പാക്കും. ബി ജെ പി അധികാരത്തിൽ വന്നാൽ സി എ എ ഉടൻ തന്നെ നടപ്പാക്കും. ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദുക്കൾക്ക് അത് കൃത്യമായി പറയുന്നില്ല, അവർക്ക് പൗരത്വം കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കും, പക്ഷേ നുഴഞ്ഞുകയറ്റക്കാരെ കർശനമായി തടയുമെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിപ്പോ ആരും അവര് വേണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവര് ആരെങ്കിലും പറഞ്ഞോ തടയണ്ടെന്ന്? അവര് തടയാതെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇന്നിപ്പോ ഉത്തർപ്രദേശിൽ ഇന്ന് കണ്ടില്ലേ നമ്മൾ ഏകദേശം എത്ര 2-3 കോടിയും കൊണ്ട് 2 കോടി വോട്ടേഴ്സിന് അവിടെ. ഈ 2 കോടിയും ഒരു നുഴഞ്ഞുകയറ്റക്കാരാണോ? അപ്പൊ ഇത്ര ഉത്തർപ്രദേശ് എത്രയോ നാളായിട്ട് ഇവരുടെ കയ്യിലിരിക്കല്ലേ? അപ്പൊ ഇവരുടെ സമ്പൂർണ്ണ പരാജയമായിട്ട് ഉടനെ അവിടുത്തെ സർക്കാർ രാജിവെക്കേണ്ടല്ലേ? അങ്ങനെയാണ് ഈ പോയവരെല്ലാം നുഴഞ്ഞുകയറ്റക്കാരാണെങ്കിൽ. അതുപോലെ മധ്യപ്രദേശിൽ എനിക്ക് തോന്നുന്നു വളരെയധികം മറ്റല്ല എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ആളുകളുടെ പേര് ഇപ്പൊ ശതമാനം വെച്ച് കേട്ടുകയാണെങ്കിൽ ഗുജറാത്തിലാണെന്ന് തോന്നുന്നു പേട്ടിയത്. അപ്പൊ അങ്ങനെ അതാണ് ഇപ്പൊ അവരെല്ലാം നുഴഞ്ഞുകയറ്റക്കാരാണെങ്കിലേ ഇവർക്ക് എന്ത് ഭരിക്കാൻ എന്താണ് അവകാശം? ഇതൊക്കെ ഇത് വെറുതെ. അതുപോലെ വേറൊരു പ്രശ്നം, ഇത് പ്രധാനമന്ത്രി പറയാനൊരു പ്രത്യേക കാരണമുണ്ട്. ഇവിടെ ഒരു മതുവ എന്ന് പറഞ്ഞൊരു ജനവിഭാഗം, ഒരു കമ്മ്യൂണിറ്റി, ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. ഏകദേശം 6-7 സീറ്റിൽ വളരെ നിർണായകമായ പങ്ക്. അപ്പൊ അവര് പൊതുവെ ബി ജെ പിയുടെ കൂടെ ആയിരുന്നു. പക്ഷെ ഇവര് ഈ സി എ ഇങ്ങനെ കൊടുക്കുന്ന ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പൊ അവർ ഇത്തവണ വളരെ രോഷാകുലം കണ്ട് അവരുടെ പലരുടെയും പേര് വെട്ടി ഇതിനകത്ത് SIR-ൽ. അപ്പൊ അവരെ സമാശ്വസിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ആ പറഞ്ഞ കൂട്ടത്തിൽ ഒഴിഞ്ഞുകൊണ്ടു പറഞ്ഞെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞാണ്. അതിൽ നമ്മൾ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളിലും നമ്മളങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറയുന്നതിനേക്കാൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് അമിത്ഷാ പറയുമ്പോഴാണ് അതിനകത്ത് കുറച്ചും കൂടെ ഒരു അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്.